റെജി ലൂക്കോസ, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ അതുപോലെ ഈ സി പി എമ്മിൻ്റെയും കേരളത്തിലെ സി പി എമ്മിൻ്റെയും DNA തന്നെ അഴിച്ചു പണിയേണ്ടതല്ലേ? അങ്ങനെ അഴിച്ചു പണിതാലും പാർട്ടി രക്ഷപ്പെടും എന്ന് തോന്നുന്നില്ല. കാരണം അല്പം മുമ്പ് ഈ ചർച്ചയിൽ പങ്കെടുത്ത രവിശങ്കർ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി ഒക്കെ നോക്കി, അസഹിഷ്ണുത, അങ്ങേയറ്റത്തെ അസഹിഷ്ണുത, അഹങ്കാരമാണ്, ധാർഷ്ട്യമാണ്. ഈ തിരുത്തും പറയുന്നു. നേരത്തെ ഇതുപോലുള്ള തിരിച്ചടി സംഭവിച്ച സമയത്തും വളരെ കൂലങ്കഷമായിട്ടുള്ള പരിശോധനയൊക്കെ നടത്തി ഞങ്ങളുടെ ശൈലി തിരുത്തും എന്ന് പറഞ്ഞിട്ടും തിരുത്തിയില്ല. അപ്പോൾ തിരുത്തപ്പെടാനൊന്നും പോകുന്നില്ല. പക്ഷേ എങ്കിലും എന്തെങ്കിലും ഒരു പ്രസക്തി ഈ പാർട്ടിക്ക് ഉണ്ടാകുമോ വരും നാളുകളിൽ? ഒരു പ്രസക്തിയില്ല. ലോകവ്യാപകമായിട്ട് എഴുത്തള്ളിയ ദ്രവിച്ച ഒരു ആശയം കേരളം ചുവന്നോണ്ട് നടന്നത് കബളിപ്പിക്കപ്പെടുന്ന വാർത്തകളിലൂടെയും അതുപോലെ തന്നെ കാപട്യങ്ങളിലൂടെയാണ്. അത് ഈ കേരളം തിരിച്ചറിഞ്ഞു. ഇനി കേരളം ഒരിക്കലും ഈ CPM എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയോ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോ കേരളം അംഗീകരിക്കത്തില്ല. അത് വളരെ 100% സത്യമാണ്. അതിനൊരു ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വെനസ്വേല എന്ന് പറഞ്ഞ രാജ്യം, വെനസ്വേലയിലെ നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും അമേരിക്ക പിടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വിലപിക്കുകയും പന്തം കൊളുത്തി പ്രകടനം നയിച്ചത് കേരളത്തിലെ തിരുവനന്തപുരത്തെ DYFIയുടെ നേതൃത്വത്തിലാണ്. എന്നാൽ സംഭവിച്ചെന്താണ്? ഒരു സ്വതന്ത്ര രാജ്യത്തെ ഇങ്ങനെ ചെയ്യാവോ ആ ഭരണകൂടത്തിനോടെന്നുള്ളൊരു ചോദ്യം. പക്ഷേ അതിന് വ്യക്തമായൊരു മറുപടിയുണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, 1989 പനാമയിലെ നെറിയോഗോ, അതായത് അന്ന് അക്കാലത്ത് ഈ ഡ്രഗ്സിൻ്റെ മാനുഫാക്ചറിങ് ഹബ്ബായിരുന്നു ഈ പനാമ. ആ നൊറിയോഗയെ അന്നത്തെ അമേരിക്കൻ ഭരണകൂടം പിടിച്ചുകൊണ്ട് ജയിലിലിട്ടിരിക്കുകയാണ്. ഇപ്പോഴും അമേരിക്കൻ ജയിലിലുണ്ട്. അതിനുശേഷമുള്ള പനാമയുടെ വളർച്ച അസൂയാർഹമാണ്. പനാമ ഞാൻ അമേരിക്കയിലുള്ള യാത്രയിലുള്ള അമേരിക്കയിൽ തൊട്ടടുത്തുള്ള രാജ്യമാണ്. അന്ന് വരെ ദാരിദ്ര്യത്തിൽ കിടന്ന പനാമ എന്ന് പറയുന്ന രാജ്യം ഇന്നൊരു വലിയ സമ്പന്ന ടൂറിസം സെഗ്മെൻറ്റായി ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞു. ജനങ്ങൾ എത്ര ഹാപ്പിയാണ്. വെനസ്വേലയെക്കുറിച്ച് പറയാം. വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തെ മദൂറോ എന്ന് പറയുന്ന ആൾ നമ്മുടെ ഹ്യൂഗോ ഷാഗോസിൻ്റെ ഭരണത്തിന് ശേഷം അയാൾ ഭരണം തട്ടിയെടുത്തതാണ്, വൈസ് പ്രസിഡന്റ് ആണെങ്കിലും. അയാൾ അതിനുശേഷം ഈ ഡ്രഗ്സ് മാനുഫാക്ചർ ചെയ്യുകയും ഈ ലാറ്റിൻ അമേരിക്കയിലെ മറ്റു രാജ്യങ്ങളിലേക്കും കൊളംബിയയ്ക്കും മെക്സിക്കോയ്ക്കൊക്കെ ഹോൾസെയിലായിട്ട് സപ്ലൈ ചെയ്യുന്ന ഇയാളാണ്. പിന്നെ അമേരിക്കയിലേക്കും കയറ്റി അയച്ച് അയാൾ ഒരു ഏകാധിപതി, ഒന്നാമത്തെ ഏകാധിപതിയായിരുന്നു. 3000 പട്ടാളക്കാരുടെ നടുവിൽ കിടന്നാണ് ഉറങ്ങുന്നത്. അയാളും ഭാര്യ ആ നാടിനെ നശിപ്പിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ധന ശേഷിയുള്ള രാജ്യമാണെന്ന് ആലോചിക്കണം. കൂടുതൽ ഏറ്റവും കൂടുതൽ സമ്പന്നമായ ഒന്നാമത്തെ രാജ്യം ആ രാജ്യമാണ്. പക്ഷേ പലതവണ താക്കീത് കൊടുത്തു അമേരിക്കൻ സർക്കാർ, നിങ്ങൾ ഈ പരിപാടി നിർത്തണം, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാരെ നശിപ്പിക്കാനുള്ള ശ്രമത്തിൽ നിങ്ങൾ പിന്മാറണത്. പലതവണ താക്കീത് കൊടുത്തിട്ട് അയാൾ അതിൽ നിന്ന് പിന്മാറിയില്ല, പിടിച്ചുകൊണ്ട് വന്നു. അന്ന് ഇവിടുത്തെ DYFIക്കാരും CPMകാരും ഇസ്രായേലിൻ്റെ അകത്ത് ഹമാസ് തീവ്രവാദികൾ കയറി തല്ലി 1500 പേരെ കൊന്നിട്ടും കണ്ണീരൊഴുക്കാതെ കണ്ട് ഹമാസിനിട്ട് തിരിച്ചടിച്ചപ്പോൾ പ്രകടനം നയിച്ച ഇതേ മാനസികാവസ്ഥയുള്ളവർ ഇവിടെ കിടന്ന് പ്രകടനം നയിച്ചു. ഇപ്പോൾ സംഭവിച്ചെന്താ? വെനസ്വേലയുടെ എല്ലാ അപ്ഡേഷനും കീനായിട്ട് ഒബ്സർവ് ചെയ്ത ആളാണ് ഞാൻ. അവിടെ 3 പ്രകടനം നയിച്ചു ഈ നൊറിയോഗയെ പിടിച്ചുകൊണ്ട് പോയതിനെതിരായിട്ട്. അതിൽ 20-25 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും വെനസ്വേലയിലെ ജനങ്ങൾ തെരുവിൽ ആഹ്ലാദ പ്രകടനങ്ങളാണ് അമേരിക്ക സ്തുതി പാടിക്കൊണ്ട്. എന്താ കാരണം? അവർ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. 3,90,00,000 ഉണ്ടായിരുന്ന നാട്ടിലെ 90 ലക്ഷം ജനങ്ങളും അവിടുന്ന് പാലായനം ചെയ്തു. എന്തുകൊണ്ടാണ്? ദാരിദ്ര്യവും പട്ടിണിയും കാരണം, ഇയാളുടെ ദുർഭരണം കാരണം. ഇന്ന് വെനസ്വേല ജനങ്ങൾ തുള്ളിച്ചാടി എല്ലാ ദിവസവും ഒരു ആഹ്ലാദ പ്രകടനം നയിച്ചുകൊണ്ടിരിക്കുക. ആ രാജ്യം പതിയെ ക്രൂഡ് ഓയിൽ പുറത്തേക്ക് കൊടുത്ത് സമ്പന്ന രാജ്യത്തിലേക്ക് ഉദിക്കുക. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവന് ജീവിക്കാനുള്ള സൗകര്യങ്ങളല്ലേ, ഭൂമിയിൽ എവിടെയായാലും സമാധാനത്തോടുകൂടി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 36,000-ഓളം വരുന്ന തടവുപുള്ളികൾക്ക് കാരണമില്ലാതെ ഇയാൾക്കെതിരെ പല മാധ്യമങ്ങളിലും അവരുടെ അഭിപ്രായം പറഞ്ഞാൽ 36,000-ഓളം ആളുകളെ ഈ മദൂറോ ജയിലിലിട്ടു. അവർ മുഴുവനും പുറത്തിറങ്ങി. അപ്പം മനുഷ്യൻ സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്, ജീവിതത്തിലുള്ള സൗകര്യങ്ങൾ. പക്ഷേ പ്രകടനം നയിച്ച എവിടെയാ? തിരുവനന്തപുരത്തെ DYFIക്കാർ തിരികൊളുത്തി ട്രംപ് ഗോപായിക്കെന്ന് പറഞ്ഞുകൊണ്ട്. ഇന്നുണ്ടായ ഒരു കൗതുക വാർത്ത പറയട്ടെ. അതാണ് പറയുന്നത്, ഇവർ നമ്മളെ ചിരിപ്പിക്കും. സമുന്നതനായിട്ട് ഒരു CPMൻ്റെ നേതാവ്, ഇന്ത്യയിൽ തന്നെ സമുന്നതരായ നേതാക്കളിൽ ഒരാൾ ഇന്നൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ കടന്നുകയറ്റം കൊണ്ടാണ് ഞങ്ങൾ കേരളത്തിൽ ഇത്രയും വലിയ പരാജയം നേടുന്നത്. സത്യത്തിൽ അത് ട്രോൾ, അത് യെസ് ഞാനത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ചിരിച്ച് സത്യം പറയുകയാണെങ്കിൽ ഈ ഇത് കേട്ടോ, എത്ര ഉളുപ്പില്ലാണ്ട് ഒരു അമേരിക്ക കേരളത്തിൽ വന്നിട്ടില്ലേ? ഈ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിനെ പോലും കണ്ണടച്ചിട്ടുണ്ട് കേരളത്തിൽ വന്ന് അമേരിക്കൻ സാമ്രാജ്യത്വം അട്ടിമറിച്ചെന്നൊക്കെ പറയാൻ മാത്രം ഇത്രയ്ക്കും മണ്ടത്തരങ്ങൾ പറയാൻ ഇവർ ഇപ്പോഴും ആവർത്തിക്കുന്നത് എത്ര നാണക്കേടാണെന്ന് ആലോചിക്കുക. ഇനി വേറൊന്നും പറയാം.
ഈ പറയുന്ന ആൾ ആ വർഷത്തിൽ 3-4 തവണ അമേരിക്ക പര്യടനം നടത്തുന്നുണ്ട്. അയാൾ അങ്ങനെ താമസിക്കുന്ന പല വീടുകളെ കുറിച്ച് എനിക്കറിയാം. ആ മനുഷ്യനൊക്കെയാണ് ഇരുന്ന് പറയുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വം തൊലയട്ടെ എന്ന്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അമേരിക്ക എന്താ തെമ്മാടി രാജ്യം എന്ന് വിശേഷിപ്പിച്ച ആൾ വിദ്വാന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഇവരെല്ലാം സൈദ്ധാന്തിക വേഷധാരികളാ. എന്നിട്ട് പതിവായിട്ട് അമേരിക്കയിൽ പോവും. അമേരിക്കയിൽ പക്ഷേ ഇവർ ചെയ്യുന്നതിനകത്ത് ഒരു കൊടും ക്രൂരതയുണ്ട്. ഇവർ പറയുന്ന മഹാമണ്ഡത്തിനാ. ഇവരൊക്കെ സുഖജീവൻ നയിക്കുക. ഇത് കേട്ടാ, അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. ശോഭാ സുരേന്ദ്രൻ ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു. കേരളത്തിലെ 11 ഉന്നത നിലയിലുള്ള ഹോസ്പിറ്റലുകൾ അമേരിക്കയിൽ ഒരു സ്ഥാപനം വിലയ്ക്ക് വാങ്ങിച്ചെന്നും 4 കോടി രൂപ 2 കോടി രൂപ മറ്റേ CPM അക്കൗണ്ടിലേക്ക് വന്നും പറഞ്ഞ് പത്രസമ്മേളനം നടത്തി. ഇതുവരെ CPM മറുപടി പറഞ്ഞിട്ടില്ല. അതൊക്കെ കണ്ടുപിടിക്കട്ടെ ഇനി വരുന്ന സർക്കാരുകൾ. എന്തായാലും ഈ നേതാക്കന്മാരൊക്കെ അവിടെ ഉള്ളപ്പോഴാണ് അല്ലെന്നുള്ളതൊക്കെ ഒരു അന്വേഷണം കണ്ടുപിടിക്കട്ടെ. അത് തെളിവില്ലാണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ 14.5 ലക്ഷം മലയാളികൾ ഇന്ന് അമേരിക്കയിലുണ്ട്. 14 ലക്ഷം മലയാളികൾ. ഇവരുടെ ഈ വിഡ്ഢി തരത്തിന് എന്നാൽ അമേരിക്കൻ സർക്കാർ തീരുമാനിക്കുകയാണ്, നിങ്ങളുടെ നേതാക്കന്മാരിവിടെ വന്നു പോകുന്നുണ്ട്, അവർ നാട്ടിൽ ചെന്നിട്ട് ഈ സർക്കാരിനെ 14 ലക്ഷം വരുന്ന നിങ്ങളുടെ ഈ മലയാളി സമൂഹം മാത്രമുണ്ട്, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യേ, അങ്ങ് ഡീപ്പോർട്ട് ചെയ്തൊക്കെ നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകുന്നൊരു തീരുമാനം എടുത്താലോ. സത്യത്തിൽ ഈ വിദേശ മലയാളി താമസിക്കുന്ന മലയാളികളുടെ സുരക്ഷിതത്തിന് ഏറ്റവും വലിയ കോടാലി ഈ CPM നേതാക്കന്മാരാണ്. CPM നേതാക്കന്മാർ ഒരു സംശയമില്ല കാര്യത്തിൽ. ഇവർ പറയും ഇന്നൊന്നും പഴയ പോലെയൊന്നുമല്ല. നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഈ ജനൻ ടിവിയുടെ ചർച്ച പോലും ട്രാൻസ്ലേറ്റ് ചെയ്ത് AI സംവിധാനത്തിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇവരെന്ത് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊണ്ട ഈ വിഡ്ഢിത്തരങ്ങളെല്ലാം വിളിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഈ ചാനലിൽ പാർട്ടി വിടുന്നതിന് മുമ്പ് പോലും ഞാൻ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളങ്ങനെ പറയരുത്. അങ്ങനെ പറയുന്നത് നമ്മുടെ വിദേശത്തുള്ള ആളുകളെ, ഇന്ത്യക്കാരെ, മലയാളികളെയാണ് ബാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും ഇവർ പിന്നെയും പറയുന്നത് സാമ്രാജ്യ കുത്തകകൾ കയറ്റുന്നു. ഞാൻ ചോദിക്കേണ്ട പിന്നെ ഈ സാമ്രാജ്യത്തേക്ക് ഇവർക്ക് ഇവരെന്തിനാ യാത്ര ചെയ്യുന്നത്? ഈ മുതലാളി രാജ്യങ്ങളിൽ ഇവരെന്തിനാ യാത്ര ചെയ്യുന്നത്? ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട നമ്മുടെ P. രാജീവ് വ്യവസായ മന്ത്രി, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം പറയാം. എനിക്ക് 2 മിനിറ്റ് സമയം തരണം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും 35 തവണ വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. അതിൽ 25 പ്രാവശ്യവും വ്യവസായ സംരംഭകരെ ക്ഷണിച്ച് നിക്ഷേപ സമാഹാരത്തിനായിട്ടാണ് യാത്ര ചെയ്തത്. യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും ഏതാണ്ട് യാത്ര ചെയ്തു. അമേരിക്കയിൽ പലവട്ടം യാത്ര ചെയ്തു. ദക്ഷിണ കൊറിയയിലും ജപ്പാനിലും യാത്ര ചെയ്തു. തോഷിബ അടക്കമുള്ള കമ്പനികൾ വരുന്നു. വിവരാവകാശ നിയമത്തിലൂടെ ഒരു ഒരു വിവരം പുറത്തു വന്നു. കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു മാധ്യമപ്രവർത്തകൻ പുറത്തു വിട്ടതാ. എന്താ, ഒരു ഇന്ത്യൻ മണി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. എന്നാൽ 2 തവണ മാത്രം വിദേശത്ത് യാത്ര ചെയ്ത ഒരു മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് യോഗി ആദിത്യനാഥ്. 93,000 കോടി രൂപയുടെ നിക്ഷേപമാണ് UP കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത് ഞങ്ങളുടെ രാഷ്ട്രീയത്തിലെ എതിരാളിയാണെങ്കിൽ പോലും സ്റ്റാലിൻ 3 പ്രാവശ്യം പോയിട്ട് കൊണ്ടുവന്ന് ഏതാണ്ട് 50,000 കോടി. എന്തിനധികം 2.5 ലക്ഷം കോടി രൂപ കൊണ്ടുവന്നൊരു സർക്കാരുണ്ട് ചുരുങ്ങിയ വർഷം കൊണ്ട്. ആരാധറിയോ? ഗുജറാത്തിലേക്ക് സർക്കാർ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പരിപാടികൾ 150 കോടി രൂപ മുടക്കി ലോകം ചുറ്റി ആസ്വദിച്ചിട്ട് 1 രൂപ കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഈ P. രാജീവ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കാത്ത, ഈ പ്രത്യേക രീതിയിലുള്ള ഭാഷയിൽ സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട P. രാജീവ് പൂർത്തിരിക്കണം, ജനം കേൾക്കണം. അദ്ദേഹം ലോകം ചുറ്റി പലതവണ അദ്ദേഹം നിക്ഷേപ സമാഹരണങ്ങൾ കേരളത്തിൽ വരുന്നു പറഞ്ഞു. ഒരൊറ്റ രൂപ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ജർമ്മനിയിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് സഹിതം 35 രാജ്യങ്ങളിലെ ആൾക്കാരെ കോടികൾ മുടക്കി കേരളത്തിൽ കൊണ്ടുവന്ന് ഒരു ഇന്റർനാഷണൽ നിക്ഷേപ സമാഹാരം കൊച്ചി നടത്തി. യൂസഫലിയുടെ കൺവെൻഷൻ സെന്ററിൽ 3 ദിവസത്തേക്ക് 1 രൂപ ആരും നിക്ഷേപിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടാ? അവർക്കൊക്കെ ഇന്റർനെറ്റിലോ AI-യിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സിലൂടെ നോക്കിയാൽ അറിയാം ഈ സംസ്ഥാനത്തേക്ക് ഏതെങ്കിലും നിക്ഷേപം വന്നാൽ അവനെ മുടിച്ച് നശിപ്പിച്ച് പോകണമെന്നുള്ളവരും. അതുകൊണ്ട് അവരാരും വന്നില്ല. അവരാണ് ഇപ്പോഴും അമേരിക്കൻ സാമ്രാജ്യത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവരെ തിരുത്താൻ പറ്റത്തില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട രവിശങ്കർ ഒന്നും നിങ്ങൾക്ക് തിരുത്താൻ പറ്റത്തില്ല. പക്ഷെ ഒറ്റ വാചകം പറഞ്ഞ് നിർത്തുക. തിരുത്തി കേരളത്തിലെ ജനം ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ അവരെ തിരുത്തിയിരിക്കുന്നു. കേരളം ഇനി വലിയ രീതിയിൽ മുമ്പോട്ട് പോകും. കാരണം അറിയോ, കേരളത്തിൻ്റെ നിയമസഭയിൽ ശക്തമായ 3 ശബ്ദം ഇനി മുഴങ്ങും. അത് BJPയുടെ ശബ്ദമായിരിക്കും. അതിന് കാതോർക്കും കേരളത്തിലെ ജനങ്ങൾ. ഇനി ഈ LDF എന്ന് പറയുന്നത് പതിയെ ഇല്ലാതാകും. ഇനി കേരളത്തിൽ 2 മുന്നണികളെ ഉണ്ടാകത്തുള്ളൂ. അത് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ പോലെ തന്നെ NDAയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ UDF-ഉം അതും കാലഹരണപ്പെട്ട ഒരു രീതിയിൽ അത് പൊക്കോളും. കേരളം ദേശീയതയോടൊപ്പം വികസനത്തോടൊപ്പം കേരളം സഞ്ചരിക്കും. ലോകത്തിന് മുമ്പിൽ നെറുകയിലെത്തത്തക്ക രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഇനി കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമം നടത്തും. അതിനു വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ജനവിധി തൊട്ടടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
പിണറായി വക തന്നെ പണിയാണ് CPM-ന് ലഭിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. പിണറായിസത്തെ പാർട്ടിക്കാർ തന്നെ, പാർട്ടി അണികൾ തന്നെ തോൽപ്പിച്ചു എന്നുള്ളതാണ്. ആ ഒരു തിരിച്ചടി ഇനിയെങ്കിലും പാർട്ടി യാഥാർത്ഥ്യ ബോധത്തോടെ ഉൾക്കൊള്ളും എന്നാണ് കരുതുന്നത്. പക്ഷേ വീണ്ടും അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി അവരോധിക്കാനാണ് ശ്രമം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ പാർട്ടിയുടെ അന്തകൻ പിണറായി വിജയനായി മാറും എന്ന കാര്യത്തിലും സംശയമില്ല.